വനിതകളാണ്, പെൺകുട്ടികളാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അത് ജാമ്യം കിട്ടാത്ത കേസും മനഃപൂർവ്വം ഉണ്ടാക്കി. ഈ പെൺകുട്ടികളെ ആരെയാണ് ആക്രമിച്ചത്? മനഃപൂർവ്വം പെൺകുട്ടികളെ കൂടി പ്രതികളാക്കി അവർ ചെയ്യാത്ത തെറ്റിന് ജാമ്യമില്ലാത്ത കേസ് ഉണ്ടാക്കി, കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് ഈ പെൺകുട്ടികളെ അകത്താക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റ സംഭവത്തിലും കവർച്ചയുടെ വിഷയവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടക്കുകയാണ്. പത്തനംതിട്ടയിൽ നടത്തിയ സമരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത 3 വനിതാ നേതാക്കളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. മറ്റുള്ള സി സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകളെ തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരെ നാളെ കാണും. ഈ 3 വനിതകളാണ്, പെൺകുട്ടികളാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അത് ജാമ്യം കിട്ടാത്ത കേസും മനഃപൂർവ്വം ഉണ്ടാക്കി. ഈ പെൺകുട്ടികളെ ആരെയാണ് ആക്രമിച്ചത്? മനഃപൂർവ്വം പെൺകുട്ടികളെ കൂടി പ്രതികളാക്കി അവർ ചെയ്യാത്ത തെറ്റിന് ജാമ്യമില്ലാത്ത കേസ് ഉണ്ടാക്കി, കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് ഈ പെൺകുട്ടികളെ അകത്താക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. പിന്നെ ഈ ശബരിമല വിഷയത്തിൽ ഈ കൊള്ളക്കാരെ എതിരായി നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട്. അതൊക്കെ വെറുതെ ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കോടീശ്വരന് വിറ്റിട്ടുണ്ടെന്ന്. അപ്പോൾ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് പറയേണ്ട അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്താ പറയുന്നത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, 2019 കുഴപ്പം മുഴുവൻ നടന്നതാണ്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്താ പറയുന്നത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അന്നാണ് കുഴപ്പം നടന്നത്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2019 കുഴപ്പം നടന്നു എന്ന് പറഞ്ഞു. കോടതി ഇത് വിറ്റെന്നാണ് പറഞ്ഞേക്കണം. ഇത് സ്വർണം മാറ്റിയെന്നല്ല, വേറെ ഒരു ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഒറിജിനൽ ദ്വാരപാലക കട്ടള കൊണ്ടുപോയി, കതവ് കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിളിച്ചു വരുത്തിയെന്നാണ്. അയ്യപ്പ വിഗ്രഹം കൂടി പോയേനെ, കോടതി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നു.